താമര വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു വട്ടകയാണ്. ഇതിന് നമുക്ക് 100 രൂപ മുതൽ 150 രൂപ താഴെയാണ് ചെലവ് വരുന്നുള്ളൂ. പല റേറ്റും ക്വാളിറ്റിയിൽ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് നമുക്ക് എല്ലുപൊടിയാണ്. ഇത് നമുക്ക് 35 രൂപയാണ് എല്ലുപൊടിക്ക് നമ്മളിവിടെ വാങ്ങാൻ കഴിയുക. 2 ചിരട്ടയാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഏറ്റവും അടിയിൽ വട്ടകയുടെ താഴെയായിട്ട് ഇതുപോലെ 2 ചിരട്ട നമ്മൾ എല്ലായിടത്തും വിതറി കൊടുക്കുക. ഓക്കെ, ഇത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഒരു തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഹൈബ്രിഡ് താമര വളർത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലുപൊടി ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ലെയർ ഇതുപോലെ ഇടുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ്. ഓക്കെ, ചാണകപ്പൊടി നമ്മളിപ്പോൾ ഇതുപോലൊരു ഡപ്പിയിൽ ഏറെക്കുറെ ഒരു 4 ചിരട്ട ഏറെക്കുറെ ഇതിൽ കൊള്ളും. ചാണകപ്പൊടി അല്പം കൂടിയാലും കുഴപ്പമില്ല. അപ്പൊ അതിൽ ചാണകപ്പൊടി അതിന്റെ മുകളിൽ നമ്മളിതുപോലെ വിതറി കൊടുക്കുക. മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, വളരെ എളുപ്പമായിട്ട്. മറ്റു രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ധാരാളം പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒരു 1.5 ഇഞ്ച് കനത്തിൽ നമ്മൾ ചാണകപ്പൊടി കൂടി ഇടുന്നു. നമ്മളത് മിക്സ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരത്തി കൊടുക്കുക മൊത്തത്തിൽ. ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ്. ശരിക്കും വേണ്ടത് നമുക്ക് പുഴയിൽ നിന്നുള്ള നല്ല എക്കൽ മണ്ണോ പാടത്തു നിന്നുള്ള ചെളിമണ്ണോ ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അതൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ കല്ലുകളൊക്കെ മാറ്റിയ വീട്ടിൽ തന്നെ കിട്ടുന്ന മണ്ണ് എടുക്കാവുന്നതാണ്. അതിനുശേഷം മണ്ണ് ഒരു ലെയർ അതിന്റെ മുകളിലേക്ക് ഇടുക. മണ്ണ് അല്പം കട്ടിയിൽ തന്നെ ഇടുക കേട്ടോ. ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനം വരെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ നടാനുള്ള രീതികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അത് വെറുതെ ഒന്ന് നനച്ചു കൊടുക്കുക ആദ്യത്തെ ഘട്ടം. നമുക്ക് എന്നാലാണ് നമുക്ക് താമരയുടെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകൾ ഇതിലേക്ക് വെക്കാൻ കഴിയുള്ളൂ. താമരയുടെ വിത്ത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഓൺലൈനിൽ മേടിച്ചതിന് ശേഷം അത് മുളപ്പിക്കുന്ന രീതികളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. ഇതാണ് ഞാൻ മുളപ്പിച്ച് വെച്ചിട്ട് ഏറെക്കുറെ 2 ആഴ്ച അടുത്തായതാണ്. ഇതിൽ ഒരു 8-10ഓളം വിത്തുകളുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു വിത്ത് ശ്രദ്ധാപൂർവം എടുക്കുക. കാരണം അതിന്റെ വള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. അത് വെറും വെള്ളത്തിലാണ് വിത്ത് ഇട്ടിരിക്കുന്നത്. മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വിത്തിന് 150-200 താഴെ നമുക്ക് റേഞ്ചിലേ വരുന്നുള്ളൂ ഹൈബ്രിഡ് വിത്തുകൾ. അത് ഞാൻ മുളപ്പിച്ച രീതികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ മുമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് സെർച്ച് അത് നോക്കുക. ആദ്യം നമ്മൾ അതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളുള്ള ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ഇത് സെറ്റ് ചെയ്ത ശേഷം മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് നേരം താമരയുടെ ഇത് പുറത്ത് വെച്ചിരുന്നാൽ അത് ചെടിക്കൊരു ചെറിയ വാട്ടത്തിന് കാരണമാകും. അപ്പോൾ നമ്മൾ ആദ്യമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ താമരയുടെ ചെടി നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വെച്ച മണ്ണിൽ ഒരു അരികത്തായിട്ടാണ് എപ്പോഴും നമ്മൾ നടുക. വട്ടകയുടെ ഒരു അരികത്തായിട്ടാണ് നമ്മൾ നടുക. ഞാൻ ഇതിൽ കാണിച്ചു തരാം. വട്ടകയുടെ സൈഡിൽ നമ്മളൊരു ചെറിയതായിട്ട് കൈ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കിയാണ് കാണുന്നത്. ഇതിപ്പോൾ വീണ്ടും ടെറസിന്റെ മുകളിൽ മാങ്ങ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മളൊരു സൈഡിലൊരു ചെറുതായിട്ട്, കൈ കൊണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ചിരട്ട കൊണ്ട് ചെറുതായിട്ട് ഒരു ചെറിയ കുഴി, അതിൻ്റെ കടഭാഗത്ത് കണ്ടില്ല അതിൻ്റെ വിത്ത്, അത് കുഴിച്ചാൻ പാകത്തിലും ആ വേരുകളൊന്ന് പൂർണ്ണമായിട്ടും മണ്ണിൽ കിടക്കാൻ വേണ്ടി മാത്രമാണ്. അതിലേക്ക് പതുക്കെ ഇറക്കി വയ്ക്കുക. ഇലകൾ പരമാവധി മുകളിലേക്ക് നിവർത്തി പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെളി നന്നായി പൊത്തി കൊടുക്കുക. ബാക്കിയുള്ള ഭാഗത്തുനിന്ന് നന്നായിട്ട് അമർത്തി വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി വളർന്നു കഴിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ടത് പതുക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. ഇനി അത് കട പറഞ്ഞു പോവാത്ത രീതിയിലൊന്ന് നന്നായി ഒന്ന് ചെളി അമർത്തി വയ്ക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വളരെ സാവധാനത്തിൽ വെള്ളം നിറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമുക്ക് വീട്ടിലുള്ള ഒരു ടൈലിന്റെ കഷ്ണമോ ഓട്ടും കഷ്ണമോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് വെള്ളം വരുമ്പോൾ നമുക്ക് കുത്തി ഒലിച്ച് താഴെയുള്ള നമ്മുടെ വളങ്ങളൊന്നും കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ടൈലിന്റെ ഇത് വെക്കുക. എന്നിട്ട് മെല്ലെ ടാപ്പിൽ നിന്ന് നമുക്ക് ഈ ടൈലിലൂടെ വെള്ളം പതുക്കെ നിറയ്ക്കാവുന്നതാണ് കേട്ടോ.
ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി പഴുതാരെത്തി നോക്കുന്നുണ്ട്. പഴുതാരല്ല, തേരട്ടയാണ് കേട്ടോ. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, നമ്മൾ പതുക്കെ അതിലേക്ക് ടൈലിൻ്റെ മുകളിലൂടെ വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം കുത്തിയൊലിച്ച് കലങ്ങാതെ അടിയിലുള്ള ചാണകവും എല്ലുംപൊടിയും എല്ലാം പുറത്തേക്ക് വരാതിരിക്കാൻ മാക്സിമം നോക്കുക. അങ്ങനെ നമ്മൾ ഏറെക്കുറെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇലകളുള്ള ഭാഗം മുകളിലേക്ക് നിൽക്കത്തക്കവണ്ണം, എന്നാൽ പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്കരുത്, ആ രീതിയിൽ നമ്മൾ വെള്ളം നിറയ്ക്കുക. ഇപ്പം നമുക്ക് ഏകദേശം ഇത്രയും വെള്ളം ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെടി വളരുന്നതനുസരിച്ച് വട്ടകയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതിന്റെ വളർച്ച വളരെ പെട്ടെന്നാണ്. നമ്മൾ നോക്കി നിൽക്കിയത് വളരെ പെട്ടെന്ന് പുതിയ ഇലകൾ ഉണ്ടാവുകയും മുകളിലേക്ക് ഇലകൾ നീണ്ടു വളരുകയും ചെയ്യും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ വെള്ളം കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് നമുക്കത് അറിയാൻ കഴിയുന്നതാണ്. നമ്മൾ അതിന് ടൈലിന്റെ പീസ് എടുത്ത് മാറ്റി. ഇനി ഇതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരും ദിവസങ്ങൾ വീഡിയോയിൽ പറയുന്നതാണ്. ഒപ്പം എന്റെ ചാനലിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ ചാനൽ വളരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഇതുപോലുള്ള ചെടി വളർത്തലുകൾ, മീൻ ടാങ്കുകൾ, ഗപ്പി മുതൽ മറ്റു മീനുകളൊക്കെ എങ്ങനെ നമുക്ക് വീട്ടിൽ ലളിതമായി വളർത്താം, കുറഞ്ഞ ചെലവിൽ, കുറഞ്ഞ സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ, ഹോബിയായിട്ടും അല്ലാതെയും ഒക്കെ എങ്ങനെ വളർത്താം എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ എൻ്റെ കവിതകളുടെ പ്രസന്റേഷൻ, കുറച്ച് ചിന്തകൾ, കുറച്ച് കോമഡികൾ, നമ്മുടെ പ്രിയപ്പെട്ട വേറിട്ട ചില പാചകങ്ങൾ, എളുപ്പത്തിൽ ചെയ്യാവുന്ന പാചകങ്ങൾ, അങ്ങനെ കൊച്ചു നമ്മുടെ വീടിനോട് ചുറ്റിപ്പറ്റി ഉള്ള ചെറിയ കാര്യങ്ങൾ ഒക്കെ പങ്കുവെക്കാനാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ ഒരു തുടക്കക്കാരൻ്റെ ശ്രമമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.